ഹലോ ഗായ്സ്, PH3 ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് മാങ്ങയുടെ തൊലി കളയണം. പിന്നീട് അതിനെ ചെറിയ പീസുകളാക്കി കുനുകുന അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കതിനകത്ത് വെളുത്തുള്ളി, ഈ കല്ല് കണ്ടോ ഗൈസ്, ഈ കല്ല് ഇവിടുത്തെ അമ്മയുടെ അമ്മ മുറുക്കാൻ അടിച്ചുകൊണ്ടിരുന്ന കല്ലാണ് ഗൈസ്. ഇപ്പം ഞങ്ങളത് ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഗൈസ്. നല്ലത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണതാണ്. പക്ഷേ എനിക്കതിനുള്ള സമയവുമില്ല, അത്ര കഷ്ടപ്പെടാനുള്ള മനസ്സും ഇല്ലാത്തത് കൊണ്ട് ഗൈസ് ഞാനിങ്ങനെ ചതച്ചാണ് എടുക്കാറ്. അതിനുശേഷം കുറച്ച് എണ്ണ, പിന്നെ അതിനകത്ത് ഉലുവ, കടുക് അതിട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ. ഇത് വലിയ അടിപൊളി അമ്മമാർക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഇത് സാധാരണ നമ്മുടെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയാണ്. അതിനുശേഷം ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി ഇതൊക്കെ ഇട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് കുറച്ച് നേരം മുക്കുമ്പോഴേ ഒരു കളർ മാറുന്ന മനസ്സിലാവും ഗൈസ്. അപ്പോഴേ ഇത് ആയ ശേഷം ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കും ഗൈസ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മൂപ്പിക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മാസ്ക് ഇടുന്നത് നന്നായിരിക്കും, കാരണം ഈ സമയം നല്ലപോലെ നമ്മൾ തുമ്മും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ. നമുക്ക് നല്ലപോലെ തിളച്ച് കുറച്ച് പറ്റണം. നല്ലപോലെ തിളച്ച് കുറച്ച് പറ്റി കഴിയുമ്പം നമുക്ക് അരിഞ്ഞ് വെച്ചാൽ മാങ്ങ ഇടാമേ. മാങ്ങ ഇട്ടതിന് ശേഷം പിന്നീട് ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അതിൻ്റെ കായം പൊടിയാണ് എൻ്റെ ഉള്ളത്, അപ്പോൾ അതും ഇടുക. അതോടുകൂടി നമ്മുടെ മാങ്കോ റെഡി ആയിക്കൊള്ളാം. ഗൈസ്, കള്ളെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.